കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവത്തിന് തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ആകയാൽ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതിലാണ്. ഇതോടെ ബൈബിൾ റീഡിംഗ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവൻ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. സുജ ജോസഫ് ആന്റി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സർവസൃഷ്ടിയുടെയും പരിപാലകനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത സന്ധിക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടവ മിഷന്റെ കൂട്ടായ്മയായ ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു മനസ്സോട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, തിരുവചനം പഠിപ്പാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി, അനുഗ്രഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഈ നിമിഷം വരെ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, നന്ദിയോടുകൂടി സ്തോത്രം കർത്താവേ. അനേകായിരങ്ങളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്കറിയാവുന്നവരും അറിയാത്തവരും, ഞങ്ങളെ സ്നേഹിച്ചവരും ഞങ്ങൾ സ്നേഹിച്ചവരും, ഞങ്ങളുടെ പരിചയത്തിലുള്ളവരും അല്ലാത്തവരുമായ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ മാറ്റമില്ലാത്ത സ്നേഹത്താൽ ഞങ്ങൾക്ക് തന്ന ദാനമായി നീ തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി നന്ദിയോട് ഞങ്ങൾ ഈ സമയത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അർഹിക്കാത്ത ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുന്ന യഹോവയാകയാൽ നന്ദിയോട് സ്തോത്രം. പ്രതികൂല സാഹചര്യങ്ങളിൽ നടത്തുന്ന കൃപകൾക്കായിട്ട് നന്ദി പിതാവേ. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ നീ അനുഗ്രഹിക്കണമേ. ഇടവ മിഷന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് പ്രയോജനമുള്ള രീതിയിൽ പ്രവർത്തിപ്പാൻ ഇടവ മിഷനെ അതിന്റെ പ്രവർത്തനത്തെ നീ സഹായിക്കാനായിട്ട് നന്ദിയോട് സ്തോത്രം കർത്താവേ. ചുമതലക്കാരെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ, കർത്താവിനാൽ ഇഷ്ടമുള്ള രീതിയിൽ വിശ്വാസത്തോടുകൂടി നിറവേറ്റുവാൻ ഓരോ ചുമതലക്കാർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇടവയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇടവ ജനങ്ങളെല്ലാവരെയും മുഖ്യമായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരുമയോട് നിന്നെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ കരുതുന്നവരും സ്നേഹിക്കുന്നവരുമായി തീരുവാൻ എല്ലാ ഇടവക ജനങ്ങളെയും നീ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇടവയുടെ പ്രവർത്തനങ്ങളൊക്കെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. താല്പര്യത്തോടുകൂടി ദൈവിക ഹിതപ്രകാരം ഓരോ പ്രവർത്തനങ്ങളും ചെയ്യും കർത്താവേ. ഓരോ വ്യക്തികളെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവയിലുള്ള എല്ലാ സംഘടനകളെയും ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാ സംഘടനകളെയും പ്രവർത്തനങ്ങളിൽ കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. എല്ലാ ഭാരവാഹികളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള രീതിയിൽ പ്രവർത്തിപ്പാൻ കർത്താവെ ഇടവക മറ്റുള്ളവർക്ക് നല്ല സാക്ഷ്യമായി തീരുവാൻ എല്ലാവരെയും നീ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അച്ഛനെ കുടുംബമായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഇടവയ്ക്ക് ലഭിക്കുന്ന ശുശ്രൂഷകൾ, സമൂഹത്തിന് സഭയ്ക്ക് ചുറ്റുപാടുകൾക്ക് ലഭിക്കുന്ന ശുശ്രൂഷകൾ, പ്രാർത്ഥനകളൊക്കെയും കർത്താവെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായ കർത്താവെ നീ അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കൊച്ചുമേ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ബുദ്ധിക്കും ശക്തിക്കും ജ്ഞാനത്തിനും പരിജ്ഞാനത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെയും കർത്താവിന്റെ കൃപ ധാരാളമായി അവർ അനുഭവിപ്പാൻ സഹായിക്കണമേ. കൊച്ചുമകളിൽ നിന്ന് ലഭിക്കുന്ന ശുശ്രൂഷകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അച്ഛന്റെ ശരീരത്തിലെ ബലഹീനതയൊക്കെയും
കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കാലിന്റെ വേദനയൊക്കെയും കർത്താവെ പരിപൂർണമായി മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നീ അവരെ അനുഗ്രഹിക്കണമേ. അനേകർക്ക് കർത്താവെ നല്ല വിളക്കുകളായി ശോഭിപ്പാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാനുവിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മകനെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നീ തിരഞ്ഞെടുത്തിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഒരു അനുഗ്രഹീത ദൈവദാസനായി വളർന്നു വരുവാൻ കർത്താവെ അത് കണ്ട് ഞങ്ങളും സന്തോഷിപ്പാൻ, അനേകർക്ക് നന്മ ചെയ്യുന്നവനായി, അനേകർക്ക് നല്ല സാക്ഷ്യമുള്ളവനായി ജീവിപ്പാൻ നിന്റെ മകനെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമയോട് കർത്താവെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട KC ജോർജ് അച്ഛനെയും ജോൺ മാത്യു അച്ഛനെയും കുടുംബമായ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് അവരെ കാത്തു പരിപാലിക്കുന്നവൻ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ അവരുടെ ശുശ്രൂഷകളൊക്കെയും മാനിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരുന്നവരെ വഴി നടത്തണമേ. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ KC ജോർജ് അച്ഛനിൽ നിന്ന് ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന വചന കേൾവി നല്ല നിലത്ത് വീണ വിത്ത് പോലെ നല്ല ഫലം കായ്പാൻ, അനേകർക്ക് അത് പ്രയോജനമുള്ളവരായി തീർപ്പാൻ കർത്താവെ ഞങ്ങൾ നല്ല രീതിയിൽ ഗ്രഹിക്കുന്നവരും ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് രൂപാന്തരപ്പെടുത്തുന്നതായി തീരുവാൻ ദൈവമേ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഇടയിൽ പ്രായാധിക്യത്തില് ഭവനങ്ങളിലായിരിക്കുന്ന വിശ്രമിക്കുന്ന അനേകരുണ്ടല്ലോ. അവരൊക്കെ ഈ സമയത്ത് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു കർത്താവിന്റെ കൃപ അവരോട് കൂടെയുള്ളതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ബലമില്ല എന്ന് വിചാരിക്കുന്ന കർത്താവെ സാഹചര്യങ്ങൾ, ബലഹീനരെന്ന് കരുതുന്നതായ സമയങ്ങളിൽ ബലം ഏകുന്ന യഹോവന്റെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആയിരിക്കാൻ ഓരോ വ്യക്തികളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ നോക്കുന്നവരെ കർത്താവെ അവരെ ശുശ്രൂഷിക്കുന്നവരായ കരങ്ങളെ ദൈവമേ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ ഇടയിലെ കോവിഡിന്റെ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക വ്യക്തികളുണ്ടല്ലോ, സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അവരെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രത്യേകിച്ച് ആനി ജോസിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പരിപൂർണ്ണ സൗഖ്യമുള്ളവളായി കർത്താവെ ഞങ്ങളോടുകൂടെ ഈ കൂട്ടായ്മയിലൊക്കെയും പങ്കെടുക്കുവാൻ നിന്റെ മകളെ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബമായി നീ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ അവരുടെ പ്രയാസങ്ങളിലൊക്കെയും നീ കൂടെ ഇരുന്നു നീ വഴി നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആനി രാജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിന്റെ മകളുടെ ശരീരത്തിന്റെ ഭാരങ്ങള് വേദനകളൊക്കെയുമുള്ള സാഹചര്യങ്ങൾ കർത്താവ് കൂടെ ഇരുന്ന് കർത്താവെ സഹായിക്കണമേ, സൗഖ്യത്തെ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷിബു ജോണിന്റെ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന് കരമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ, നീ പ്രവർത്തിച്ചല്ലാതെ ഞങ്ങൾക്ക് കർത്താവെ ഒന്നുമില്ലല്ലോ. പിതാവെ നിന്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാൻ ആ പിതാവിനെ സഹായിക്കണമേ. കർത്താവെ പിതാവിനോട് കരുണ ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരുമയോട് ഞങ്ങൾ നിരസന കർത്താവെ അപേക്ഷിക്കുകയാണ്. നിന്റെ മകനോട് നീ കരുണ തോന്നണമേ, രോഗത്തിൽ നിന്ന് നിന്റെ മകനെ നീ വിടുവിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ വിജുവിനെ ഓർത്ത് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. നിന്റെ മകനെ സൗഖ്യം കൊടുക്കുകയാണ്. കർത്താവെ എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ സൗഖ്യമുള്ളവനായി കാണപ്പെടുവാൻ ആ ഭവനം കർത്താവെ സന്തോഷിപ്പാൻ ദൈവമേ സഹായിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്നവരുടെ കാര്യങ്ങളെയൊക്കെ നീ ബലപ്പെടുത്തണമേ. കർത്താവെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുന്ന അനേക വ്യക്തികളുണ്ടല്ലോ. പിതാവെ അവരൊക്കെ ഈ സമയത്ത് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഏത് ആവശ്യങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിലും നിന്റെ കൃപ, നിന്റെ കർത്താവെ നിന്റെ കരുണ അവരനുഭവിപ്പാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കഷ്ടത്തിലും പ്രയാസത്തിലും അനേകർ കടന്നു പോകുന്നുണ്ടല്ലോ, അവരോടൊക്കെ നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കൂടിവരവ്, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ അപേക്ഷ ഒന്നും നീ തള്ളിക്കളയരുത്. ദൈവമേ ഓരോ ആവശ്യങ്ങളുമായി നിന്റെ സന്നിധിയിൽ അടുത്ത് വരുമ്പോഴും നീ മറുപടി തരുന്ന യഹോവയാകയാൽ നന്ദിയോട് സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ യുവജനങ്ങളൊക്കെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാനിടയാവരുത്. കർത്താവെ ദൈവിക മൂല്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുന്നവരായി തീരുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്ന ഓരോരുത്തരോട് നീ കരുണ തോന്നുന്നു. കർത്താവെ കുടുംബത്തിലെ സമാധാനമില്ലാത്ത ഏതെങ്കിലും ഭവനങ്ങളുണ്ടെങ്കിൽ കർത്താവെ അവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടും സമാധാനത്തോടും തന്നിരിക്കുന്ന ആയുസ്സ് ജീവിപ്പാൻ ദൈവമേ നീ എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ കർത്താവെ അവരോട് കരുണ തോന്നണം പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിപ്പാനും കർത്താവെ ഞങ്ങളെയും ഇടയാക്കണമേ. മറ്റുള്ളവർ പ്രയാസങ്ങൾ മനസ്സിലാക്കി കർത്താവെ അവരോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവിന്റെ ഉദ്ദേശം നീ അറിയുന്നുവല്ലോ. ടി.സി. ശ്യാമലാങ്കിളിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ നല്ല ജീവിതത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവേ, ദേവദാസിന്റെ നല്ല മാതൃകളെ പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ നിന്റെ മക്കളെയും ഞങ്ങളെയും നീ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന സമാധാനത്തിനായി കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരുടെ കണ്ണുനീരിനെ നീ മാറ്റിക്കൊടുക്കണമേ. നല്ല മക്കളായി കർത്താവെ തുടർന്ന് പിതാവിന്റെ നല്ല ഓർമ്മകളെ പിൻപറ്റി ജീവിപ്പാൻ എന്റെ മക്കളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയില് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന തിരുവചന സത്യങ്ങൾ കർത്താവെ അതിന്റെ മൂല്യത്തെ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഞങ്ങൾ കർത്താവെ വേണ്ട എന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിട്ട് ബുദ്ധിജീവനെ ഉടമകളാക്കി ഞങ്ങളെ ഒരുക്കണമേ, തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് നല്ല വിളക്കുകളായി ശോഭിപ്പാൻ കർത്താവ്, ഈ ദേശത്ത് നല്ല സാക്ഷികളായി ജീവിപ്പാൻ, കർത്താവിനെ മഹത്വം കരയേറ്റുന്നവരായി ജീവിപ്പാൻ ഓരോ വ്യക്തികളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നീ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ആദ്യോടെന്ന കർത്താവിന്റെ കൃപ വ്യാപരിക്കണമേ. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവെ, തിരുവചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവിന്റെ കൃപ ധാരാളം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. സമയം കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്റെ സന്നിധിയിലാണെന്നുള്ള ബോധത്തോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള കെ.സി. ജോർജൻ കൊച്ചമ്മ, പ്രിയപ്പെട്ട ജോൺ മാത്യുച്ചൻ കൊച്ചമ്മ, പ്രിയപ്പെട്ട ഇടവ മിഷന്റെ പ്രവർത്തകരെ, നമ്മളോടുകൂടി ആയിരിക്കുന്ന സ്നേഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇന്നത്തെ ഇടവ മിഷൻ കൂട്ടായ്മയിലേക്കും ഈ കൂട്ടായ്മയോട് ചേർന്ന് ഈ ഇടവ മിഷന്റെ ഒരു ഭാഗമായിരുന്ന പ്രിയപ്പെട്ട ടി.സി. ശ്യാമലങ്ങളുടെ ഒരു മെമ്മോറിയൽ സർവീസ് കൂടെ ക്രമീകരിക്കാൻ തക്കുന്ന ദൈവം നമുക്ക് ഇടയാക്കി. ദൈവം നടത്തിയ ജീവിതങ്ങളാണല്ലോ നമ്മുടെ മുന്നമേ പോകുന്ന മാതൃകകൾ. തീർച്ചയായും ഓരോ ഭക്തന്റെയും മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. നീതിമാന്മാർ എന്നേക്കും ജീവിക്കുന്നു, അത് നമ്മെ പഠിപ്പിക്കുന്ന അവരുടെ പ്രതിഫലവും കർത്താവിന്റെ പക്കലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് യാതൊരു പീഡയും നീതിമാന് ദൈവസന്നിധിയിൽ ഉണ്ടാകുകയില്ല എന്നുള്ള വലിയ വാഗ്ദാനവും പ്രത്യാശയും വിശ്വാസവുമാണ് ഒക്കെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് ഓരോ ജീവിതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ട കെ.സി. ജോർജന്റെ സാന്നിധ്യം കുടുംബമായുള്ളത് ഏറ്റവും സന്തോഷമാണല്ലോ. പ്രിയപ്പെട്ട അച്ഛൻ നമ്മളുടെ ഇടവകയുടെ മുൻ വികാരിച്ചനാണ്. ധന്യമായി ഇടവകയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇടവകയെ നയിച്ചയാളാണ്. കുടുംബമായ അച്ഛന്റെ ശുശ്രൂഷകളെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ടി.സി. ശ്യാമലങ്ങളും കുടുംബമായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് താമസമാക്കിയിരുന്ന ചെന്നൈയിലെ പാടി ഇടവകയുടെയും പ്രിയപ്പെട്ട വികാരിയച്ഛനായിരുന്നു. അതുകൊണ്ട് നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അടുത്തറിയാവുന്ന ആളാണ് പ്രിയപ്പെട്ട അച്ഛൻ. ഇന്നത്തെ ദിവസം നമ്മളോടുകൂടെ ആയിരിക്കണമെന്ന് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി അച്ഛൻ ക്ഷണം സ്വീകരിക്കുകയും അച്ഛനും കൊച്ചമ്മയും നമ്മളോട് കൂട്ടായ്മയിലായിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് പ്രിയപ്പെട്ട അച്ഛനെ ഒരിക്കൽ കൂടി കാണാനും പ്രിയപ്പെട്ട ടി.സി. ശ്യാമലങ്ങളുടെ ഭവനത്തിന് ഒരു വലിയ ബലമായിരിക്കാനും ഒക്കെ ഇടയാകുന്നു എന്നുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ദൈവനാമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും സന്തോഷത്തോടുകൂടെ നമ്മുടെ ഈ കൂടിവരവിലേക്ക് ഇടവ മിഷന്റെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രിയപ്പെട്ട ജോൺ മാത്യുച്ചിനെ ഞാൻ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയാം. കാരണം ഇന്ന് മാർത്തോമ യുവജന സഖ്യത്തിന് കഴിഞ്ഞ 5-ൽ-പരം വർഷങ്ങളായി സജീവമായ നേതൃത്വം നൽകുന്ന ആളാണ്. പലപ്പോഴും ഞങ്ങളിവിടെ നിന്ന് പറയാറുണ്ട്, അച്ഛൻ കയറിയ പിന്നെ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആകമാനമായ ഒരു മാറ്റം ഉണ്ടാകത്തക്കവണ്ണം കൂടുതൽ അർത്ഥവത്തായ പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ വന്നുചേർന്നു. ആ സാഹചര്യങ്ങളെ ഒട്ടും പതറി നിൽക്കാതെ അതിനെല്ലാം ശക്തമായ നിലയിൽ യുവജനങ്ങൾക്ക് നേതൃത്വം നൽകി വെള്ളപ്പൊക്കമായാലും എന്തെല്ലാം പ്രതിസന്ധിയുടെ ഈ ലോകത്തിന്റെ അനുഭവങ്ങളായിരുന്നാലും പ്രതിസന്ധികളുടെ നടുവിലേക്കാണ് അച്ഛന്റെ ശുശ്രൂഷയെ കൊണ്ടിട്ട്
എന്നാൽ ദൈവം അതിശയകരമാണ് പ്രിയപ്പെട്ട അച്ഛനെ ഈ നാളുകളിലൊക്കെ നയിക്കുന്നത്. മാത്രമല്ല യുവജന സഖ്യത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് ധന്യമായ ശുശ്രൂഷ ചെയ്തു. അച്ഛനും ഇടവകയുമായിട്ടൊക്കെയുള്ള ബന്ധം അച്ഛൻ UTCയിൽ പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഹെബ്ബാർ ഇടവകയിലൊക്കെ ശുശ്രൂഷയിലൊക്കെ സംബന്ധിച്ചിട്ടുള്ള ആളുമാണ്. ഞങ്ങൾക്ക് അടുത്തടുത്ത ബാച്ചുകളിൽ പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനെ അന്നു മുതൽ അറിയാം. അടുത്ത സ്നേഹിതനും സഹോദരനുമാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹബന്ധം പ്രിയപ്പെട്ട അച്ഛനുമായിട്ടുണ്ട് എന്നുള്ളതാണ്. കുടുംബമായി പ്രിയപ്പെട്ട അച്ഛൻ, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ നമ്മളോടുകൂടെ ആയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഭവനവുമായി ബന്ധപ്പെട്ടും പ്രിയപ്പെട്ട അച്ഛൻ അവരുടെ ചെന്നൈയിലെ ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്തിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബമായി ഇന്നത്തെ ഈ കൂട്ടുവരവിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് മാത്യു അച്ഛൻ ഇന്നത്തെ മീറ്റിംഗിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അച്ഛന്റെ മാതാപിതാക്കൾ രണ്ടുപേരും സഹോദരനും കുടുംബവും ട്രിവാൻഡ്രത്ത് കോവിഡ് ബാധിച്ച് ആശുപത്രിയിലാണ്. ആകെ ഇപ്പോൾ അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന് മാത്രമാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അവിടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിലും വീടും ഒക്കെ ആയിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന് വരാൻ സാധിക്കുന്നില്ല. എന്നാൽ അച്ഛൻ എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എ കെയറിങ് ഹസ്ബൻഡ്, വളരെ ലവിങ് ഹസ്ബൻഡ്, വളരെ സ്നേഹമുള്ള കരുതലുള്ള ഒരു പ്രിയപ്പെട്ട ഭർത്താവായിരുന്നു. അതോടൊപ്പം തന്നെ എ ലവിങ് പീപ്പിൾ ഓഫ് ഗോഡ്, അതിന്റെ റെപ്രസെന്റേറ്റീവ് കൂടിയാണ്. ഇടവകയിൽ വരുന്ന വികാരിയച്ഛന്മാരോടുള്ള സ്നേഹവും വാത്സല്യവും, ഒരു വൈദികന് നൽകേണ്ടുന്ന എല്ലാ ബഹുമാനവും പരിഗണനയും ഒക്കെ നൽകി ആളാണ്. കാരണം അച്ഛൻ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പ്രിയപ്പെട്ട ഭവനം ഇടവകയുടെ ഭാഗമായി തന്നെ. അതുകൊണ്ട് അച്ഛനെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കും. ആന്റിയുടെ ശാരീരികമായ ക്ഷീണതയിലൊക്കെ അങ്കിളുടെ സാന്നിധ്യമൊക്കെ പ്രത്യേകം അച്ഛനെടുത്ത് പറയുണ്ടായി. അച്ഛന്റെ പേരിൽ പ്രത്യേകമായിട്ട് ഈ ഭവനത്തോടൊപ്പം അച്ഛനും പങ്കുചേരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അച്ഛന്റെ സാന്നിധ്യത്തിൽ അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഭവനത്തിൽ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും പ്രിയ സഹോദരനും കുടുംബത്തിനും ദൈവം അതിശയകരമാവണമെന്നുണ്ട് സൗഖ്യവും ബലവും നൽകി ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മളോട് കൂടെ പ്രിയപ്പെട്ട DC ശാമ്പലങ്ങളുടെ സ്നേഹിതരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, മുൻ ഇടവാക്കാരുണ്ട്. അങ്ങനെ സ്നേഹിതരായും ബന്ധുമിത്രാദികളായും ഈ പ്രിയപ്പെട്ട ഭവനത്തോടൊപ്പം നമ്മളോടൊപ്പം ഒന്നിച്ച് ഈ കൂട്ടായ്മ സംബന്ധിക്കുന്നു. ഇത് ഇടവമിഷന്റെ വെള്ളിയാഴ്ചയിലെ കൂടിവരവാണല്ലോ. ഈ കൂടിവരവിനോട് ചേർന്ന് തന്നെ ഇപ്രകാരം ഒരു ക്രമീകരണം ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് ആഗ്രഹിച്ചപ്പോൾ അതനുസരിച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം ഈ ദിവസങ്ങളിലാണ് പ്രിയപ്പെട്ട അങ്കിൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇടവമിഷന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, രണ്ടും കൂടെ ചേർന്ന് ഒന്നിച്ച് അപ്രകാരം ക്രമീകരിക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ പ്രിയപ്പെട്ട DC ശാമുവേലങ്ങളുടെ കുടുംബത്തെ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ദൊറോത്തി ശാമുവേൽ ആന്റിയെയും ജെബിയൻ, ഫിലോമിന, പ്രിയപ്പെട്ട മകൻ, എല്ലാവരെയും ദൈവം നമ്പുരാൻ ഈ ദിവസങ്ങളിൽ കരുതി. പ്രിയ മകളും കുടുംബവും ഈ ദിവസങ്ങളിലൊക്കെ അമ്മയോടൊപ്പം ഉണ്ടല്ലോ. അവരെയും അവർക്കും ദാനമായി കൊടുത്തിരിക്കുന്ന പ്രിയ മകളെയും ഒക്കെ ദൈവത്തിന്റെ കഴിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഏറിയ നന്മകളും അനുഗ്രഹീതമായി ദൈവം നമ്മളിലേക്ക് നൽകിയിരിക്കുന്ന ഈ ചെറിയ ആയുസ് ഓരോ ദിനവും അർത്ഥമുള്ളതായി നയിപ്പാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ഇടയാകേണ്ടതിന് എല്ലാവരും ഒന്നിച്ചുള്ള ഈ കൂടിവരവ് ദൈവനാമഹത്വത്തിന് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ക്രിസ്തുവിനുള്ള പ്രത്യാശയിൽ ബലപ്പെടുന്നതിന് ഈ ഇടവമിഷന്റെ കൂട്ടുവരവിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട KC ജോർജ് അച്ഛൻ ഇപ്പോൾ നമ്മളോട് വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. അച്ഛൻ അൺമ്യൂട്ട് ചെയ്യണേ. ഇന്ന് ഈ സ്പെഷ്യൽ പ്രാർത്ഥനയിൽ ഞങ്ങളെ ക്ഷണിച്ച പ്രിയപ്പെട്ട പ്രിൻസ് കോർ അച്ഛനും ഇടവമിഷൻ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് കുര്യൻ ജോർജിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇടവയോർക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. 22 വർഷങ്ങൾക്ക് മുമ്പെയാണ് 2 വർഷം 97-99 ആ ഇടവിട വികാരിയായി ശുശ്രൂഷ ചെയ്തത്. അന്നുള്ള എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. പുതിയ ആളുകളെ എനിക്ക് അറിയാമെന്നല്ലാതെ കൂടുതൽ പരിചയമില്ല. എന്നാൽ നിങ്ങൾ മേൽക്കുമേൽ വളർന്ന് നല്ല സാക്ഷ്യമുള്ള ഇടവകയായി
മുന്നോട്ട് പോകുന്നതിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് നേരത്തെ തന്നെ അച്ഛനെ അനുമോദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ടി സി ശമുവേൽ സാറ് ഞാൻ 2003-2008 ആവടി പാടി രണ്ടിടകളുടെ വികാരിയാണ്. അന്ന് 5 വർഷം ആ ഭവനവുമായിട്ട് നല്ല സ്നേഹബന്ധമായിരുന്നു. സാറിനെ മറക്കാൻ കഴിയുകയില്ല. നല്ലൊരു മനുഷ്യൻ. സെൻട്രൽ ഗവൺമെന്റില് എയർഫോഴ്സിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ. അതോടൊപ്പം ആവടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 90-100 വീട്ടുകാരേ ഉള്ളൂ. അവിടെയുള്ള എല്ലാ മെമ്പേഴ്സും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. സാറ് താമസിക്കുന്ന IAF ഏരിയ എന്ന് പറഞ്ഞ ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെ അകത്താണ്. അവിടുത്തെ പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറാണ്, കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം തന്നെ ഇടവക സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും ആ ഇടവകയ്ക്ക് നേതൃത്വം തന്നിട്ടുണ്ട്. ആരാധനയിൽ ക്രമമായി സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു കുടുംബമായിരുന്നു. ജബി എനിക്കൊന്ന് യൂത്ത് ലീഗിന്റെ അംഗം മാത്രമല്ല, ഒരു സമയത്ത് ഇടവകയുടെ ട്രസ്റ്റ് കൂടെ. ആ ഇടവകയ്ക്ക് അവരെ മറക്കാനായിട്ട് കഴിയത്തില്ല. ദൈവ കൃപയുള്ള ഒരു ഭവനമായിരുന്നു. ദൈവസ്നേഹമുള്ള ഒരു ഭവനമാണ്. സുവിശേഷ താല്പര്യമുള്ള ഒരു ഭവനമാണ്. മാതൃകാപരമായി ജീവിച്ച ഒരു കുടുംബമാണ്. അവിടെ വരുന്ന അച്ഛന്മാർക്ക് സന്തോഷം നൽകുന്ന ഒരു ഭവനമാണ്. IAF ഏരിയയുടെ പ്രാർത്ഥനക്കൂട്ടം അധികം വീട്ടുകാരില്ലായെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടി വരുന്ന നല്ലൊരു പ്രാർത്ഥനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അത് ഇന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് സന്തോഷകരമായ ജീവിതം നയിച്ച ആളാണ്. എന്നാൽ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ആൻറ്റി ഡോറോത്തി സാമുവേൽ അസുഖം വന്നിട്ട് ഇപ്പോൾ 10-21 വർഷമായി. എത്രയും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാം അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ജീവിതം ആ മകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനൊരു പെട്ടെന്ന് സാറ് ഈ ലോകത്തിൽ മാറ്റപ്പെടുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് അദ്ദേഹത്തെ ദൈവം ഏറ്റവും ഭാഗ്യകരമായ അനുഭവത്തിലേക്ക്, സ്വർഗീയ പ്രത്യാശയിലേക്ക് വിളിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ വായിച്ചത് കൂടാരമായി ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണി ഇല്ലാത്തൊരു സ്വർഗം, ഒരു ഭവനം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഭവനത്തിലോട്ട് അദ്ദേഹം പോയിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇനി പറയാൻ ആളുകളുള്ളതുകൊണ്ട് എനിക്ക് പ്രസംഗം പറയണമല്ലോ. യേശു കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത്, ഭ്രമിക്കരുതല്ലേ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവം നമുക്കൊരു ഭവനം ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള ഓർത്ത് ദൈവത്തിന് നമുക്ക് മഹത്വം കരയറ്റാം. അതുകൊണ്ട് ഈ ലോകത്തിലെ വേദനകളിലും കഷ്ടതകളിൽ നിന്നും ഒക്കെ മാറി സമാധാനത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ള ഓർത്ത് സ്തോത്രം ചെയ്യുകയും, ഒരു സമയത്ത് നമ്മൾ അവിടെ എത്തുമ്പോൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ വിഷയം വിടുകയാണ്. ഇന്ന് ഞാൻ അച്ഛൻ പ്രസംഗം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഞായറാഴ്ചത്തെ വിഷയം തന്നെ അങ്ങ് പറയാമെന്ന് ആഗ്രഹിച്ച ആ വിഷയം തന്നെ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് പാഠമായി തന്നിരിക്കുന്ന ഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷമായി വായിക്കാൻ തന്നിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും, 2-ാം പാഠം എഫേസ്യൻസ് 5:1-21 ശ്ലീഹ റോമർ 13-11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിന്റെ വെളിച്ചം എന്നുള്ള ഭാഗം തന്നെയാണ്. അത് ഞാൻ വായിക്കുന്നില്ല. അവിടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തീമായിട്ട് കൊടുത്തിരിക്കുന്നത് സാക്ഷ്യത്തിനായി ഒരുക്കപ്പെടേണ്ട ദൈവജനം, God's people to be prepared for witness. സാക്ഷ്യത്തിനായി ഒരുക്കപ്പെടേണ്ട ദൈവജനം. Witness is an important role
a Christian should play in the world? ആരാണ് സാക്ഷികൾ? One who has seen or heard something and furnishes evidences. കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, അത് സമയത്ത് അതിന്റെ എവിഡൻസോട് കൂടെ അറിയിക്കുന്നത് സാക്ഷിയല്ലേ? അതുകൊണ്ടൊരു ക്രിസ്തീയ സാക്ഷി നിറവേറ്റുവാൻ വേദശാസ്ത്രം പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഉപദേശിയാകണമെന്നോ അച്ഛനാകണമെന്നോ ഇല്ല. Just communicate our faith and tell what we have experienced through Jesus Christ. നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്ന ആ വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി. നല്ല ധൈര്യത്തോട്, ഫിയർലെസ്ലി ആൻഡ് കറേജസ്ലി, ഭയം കൂടാതെ നമ്മളത് പറയണം. കറേജ് കംസ് ഫ്രം കോൺഫിഡൻസ് ആൻഡ് ഫെയ്ത്ത്. പൗലോസ് അപ്പോസ്തലൻ റോമാലെ എഫേസ്യർ 6:19-20 പറയുന്നുണ്ട്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന സാക്ഷ്യത്തിന് ഏറ്റവും ആവശ്യമാണ്, നമ്മളെ ഓർപ്പിക്കുക. ഇന്നത്തെ വായനഭാഗം അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ വായനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, വൈ യു ought to be his witnesses. How do we witness? അതിൽ ഒന്നാമത്തെ ഉത്തരം ഞാൻ പറയാൻ പോകുന്നത്, being a witness ensures that we are not useless. Being a witness ensures that we are not useless. ഉപയോഗശൂന്യമായ ഉപ്പ് ഏതാ? കാരമില്ലാത്ത ഉപ്പ അല്ലേ? എന്നാൽ നമ്മുടെ യൂസ്ഫുൾനെസ് മനസ്സിലാക്കാനാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ നിന്നും സുവിശേഷമായി വായിച്ച ഉപ്പിന്റെയും വെളിച്ചത്തിന്റെയും ഉപമ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് ഗിരിപ്രഭാഷണം എന്തുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ആകർഷിച്ചത്? ധാരാളം ആളുകളുണ്ട്, മൂപ്പന്മാരുണ്ട്, പരീക്ഷന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, സാധാരണ ജനങ്ങളെല്ലാവരും ഉണ്ട്. എന്നാൽ അവർ മണിക്കൂറുകളോളം ഇരുന്ന് കർത്താവിൻ്റെ ഈ പ്രസംഗം കേട്ടു അല്ലേ, അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുക കേട്ടു. ആ പഠിപ്പിക്കുക നമ്മൾ കാണുന്നത്, ഇറ്റ് വാസ് മാർക്ഡ് ബൈ ഒറിജിനാലിറ്റി ആൻഡ് അതോറിറ്റി, സിംപ്ലിസിറ്റി ആൻഡ് ക്ലാരിറ്റി, ക്രിയേറ്റിവിറ്റി. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. സാധാരണ സംഭവങ്ങളും വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച കർത്താവ് ഉപമ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇന്ന് നാം ഉപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പെടുത്തിട്ടില്ല. പക്ഷേ അവിടെ ഈ സോൾട്ട് പാറകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞാൽ ലോകത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായെന്നൊക്കെ വായിക്കുന്നില്ലേ. എന്നാൽ അന്ന് ആ കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തു ഉപ്പ്. ആ കാലങ്ങളിൽ റോമൻ പടയാളികൾക്ക് വേജസായി കൊടുക്കുന്ന ഉപ്പായിരുന്നു. Salary comes from the Latin word salarium, which means salt. ഉപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാനത് പറഞ്ഞത്. ഉപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത് നമ്മൾ ഓർക്കുന്നത് രുചിപ്പിക്കുന്നു അല്ലേ, ടേസ്റ്റ്, ഫ്ലേവർ. ഇതെല്ലാം ഉപ്പിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഒരു പിഞ്ച്, സ്വല്പം ഉപ്പ് മതി, ഒത്തിരി ഇടല്ലോ. ഉപ്പ് കൂടിപ്പോയാലും കുഴപ്പമല്ലേ. അടുത്ത നമ്മൾ ഓർക്കുന്ന, രണ്ടാമത് നമ്മൾ ഓർക്കുന്ന ഉപ്പെന്ന് പറയുമ്പോൾ ദാഹം ഉണ്ടാക്കുന്ന ഉപ്പ് കൂടുതലായാലും കഴിച്ചാൽ. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം എന്തിന്റെ ദാഹം ഉണ്ടാകേണ്ടത്? യോഹന്നാൻ സുവിശേഷം 7-37 വാക്യത്തിൽ വായിക്കും, ദാഹിക്കുന്നവെല്ലാം അവന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അല്ലേ. അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ കുറവുകൾ പൊട്ടി പുറപ്പെടുമെന്ന് പറയുമ്പോൾ ജീവജലത്തിനായുള്ളൊരു ദാഹമാണ്. അല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന സുവിശേഷത്തിനായുള്ളൊരു ദാഹമാണ്. അപ്പോൾ ഈ ഒരു ദാഹം നമുക്ക് എല്ലാവർക്കും വേണ്ടേ.
ഉപ്പിനെ കുറിച്ച് നമ്മൾ വീണ്ടും ഓർക്കുമ്പോൾ മൂന്നാമത് നമ്മൾ ഓർക്കുന്നുണ്ട് കേടുകൂടാതെ മീനും അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ളത് അല്ലേ. അന്ന് ആ സമയത്ത് റെഫ്രിജറേറ്ററോ കാനിങ്ങോ ഒന്നും ഉള്ള കാലമല്ല. അപ്പോൾ ഉപ്പിട്ട് വെച്ചേക്കുന്നത്. നാലാമത് അതിനെ കുറിച്ച് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ഉപ്പിന്. കിൽസ് ദ ബാക്ടീരിയ. ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അതിന്. അപ്പോൾ നമ്മളവർക്ക് മുറിവിലൊക്കെ ഉപ്പിട്ടാൽ നീറും, നല്ല പെയിൻഫുള്ളാ അല്ലേ, നല്ല ഇഫക്റ്റീവാ. ഓർത്തോണം, പെയിൻഫുൾ ആൻഡ് ഇഫക്റ്റീവ്. അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ സാന്നിധ്യം സാമൂഹികമായുള്ള തിന്മകളെയൊക്കെ അകറ്റുന്നതായിരിക്കണം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലേവ്യ പുസ്തകത്തിലും എസ്രായുടെ പുസ്തകത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്, ഈ യാഗാർപ്പണത്തിനും വഴിപാടിനും അർപ്പിക്കുന്നു ഉപ്പ്. ലേവ്യ 2:13 വായിക്കുന്നുണ്ട്, നിന്റെ ഭോജനയാഗത്തിനൊക്കെ ഈ ഉപ്പ് ചേർക്കണം. ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്, എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. എസ്രാ 6:10 വായിക്കുന്നു, ഹോമയാഗത്തിന് കൊടുക്കുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ ഉപ്പുണ്ട് കേട്ടോ. ഹോമയാഗത്തിന് അർപ്പിക്കുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ ഉപ്പുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, എഫേസ്യർ 5:2 ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗവും വഴിപാടുമായി നമ്മുടെ ജീവിതം അർപ്പിക്കുന്ന പറയുമ്പോൾ നമ്മളും ആ ഒരു ഫ്ലേവർ സൂക്ഷിക്കണമെന്നുള്ള അർത്ഥമുണ്ട്. ആറാമത് പഴയ നിയമത്തിൽ ലവണ നിയമമുണ്ട്, സോൾട്ട് ലോ. അത് സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് പ്രത്യേകം സൗഹാർദ്ദത്തിന്റെയും വിശ്വസ്തയുടെയും ഉറപ്പ് കാണിക്കുന്ന ഈ ലവണ നിയമം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും ഇതൊരു ലവണ നിയമമായിരിക്കും. അല്ലെങ്കിൽ പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണം അവർക്കാണെന്നുള്ള ഈ ലവണ നിയമത്തിൽ ഉറപ്പിച്ചിരിക്കുക. അതുപോലെ 2 ക്രോണിക്കൽ 13:5 വായിക്കും, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവന്റെ സന്തതിക്ക് നൽകിയിരിക്കുന്നു എന്ന് അവിടെ ഇരിക്കുന്നത്, ലവണ നിയമത്താൽ. അപ്പോൾ നമ്മുടെ ഓർക്കണം, നാം സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള ആളുകളാണ് കേട്ടോ. ഓർത്തോണം, യേശുവിന്റെ സാക്ഷികളായി നിൽക്കണമെന്ന് പറയുമ്പോൾ ഉപ്പിന്റെ സവിശേഷത ഉള്ളവരായി ഈ ലോകത്തിലായിരിക്കണം എന്ന് നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മുടെ സാന്നിധ്യം സമൂഹ തിന്മകളെ അകറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? ഒരു ഐറിഷ് മിഷണറി ഇന്ത്യയിൽ വന്ന് താമസിച്ച് തമിഴ്നാട്ടിൽ വന്ന് താമസിച്ച ഒരു മിഷണറിയാ എബി കാർമൈക്കൽ മദാമ. ആ മദാമയെ കുറിച്ച് വായിക്കുമ്പോഴുണ്ട് 55 വർഷത്തെ അവളുടെ ദീർഘ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ നിർത്തലാക്കിയത്. ഇന്ത്യയിൽ അത് വളരെ ഉള്ള സ്ഥലമാണ്, മദ്രാസും തമിഴ്നാടും കർണാടകയും ഒക്കെ ഉള്ള സ്ഥലത്ത് അവിടെ ഈ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ഇല്ലാതാക്കാൻ നിയമം വന്നത് ഈ മദാമയുടെ പരിശ്രമം കൊണ്ട്. നമുക്കറിയാം, ഇംഗ്ലണ്ടില് 18-ാം നൂറ്റാണ്ടില് അടിമത്തത്തിനെതിരായിട്ട് പ്രവർത്തിച്ചാറ് വില്യം വിൽബർഫോഴ്സ് അല്ലേ. അപ്പോൾ സമൂഹത്തിലുള്ള തിന്മകളെ അകറ്റാനുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉപ്പായിട്ടിരിക്കണം അല്ലേ. ഉപ്പിനെ കുറിച്ച് ഞാൻ പറയും, വെളിച്ചത്തെ വിറ്റ്നസ് എക്സിബിറ്റ്സ് ദ ലൈറ്റ് ആൻഡ് ലൈഫ് ഓഫ് ജീസസ്. A witness exhibits the life and light of Jesus. യേശുവിന്റെ വെളിച്ചവും യേശുവിന്റെ ജീവനും നമ്മളിൽ കൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളവരാ നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടി എന്തുവാ? വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ലേ ഒന്നാമത്തെ സൃഷ്ടി. അതാ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-4 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മേലെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ ഇരുളിനെ മാറ്റാൻ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചല്ലേ. അതുകൊണ്ടാ 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവ എൻ്റെ വെളിച്ചു എൻ്റെ രക്ഷയുമോ, ഞാൻ ആ യഹോവ എൻ്റെ ജീവന്റെ ബലം.
119 സംഘം 105 വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. യേശു കർത്താവ് പറയുന്നു, യോഹന്നാൻ 1 അധ്യായം 1 നമ്മൾ വായിക്കുന്ന, അല്ല യോഹന്നാൻ 8:12 വായിക്കുന്നത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യോഹന്നാൻ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. നമ്മൾ ലൂക്കോസിന് സുവിശേഷം 16 അധ്യായം 8 വാക്യത്തിൽ വായിക്കാമല്ലോ. അവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ ലോകത്തിന്റെ മക്കൾ വെളിച്ച മക്കളെക്കാൾ ബുദ്ധിയുള്ളവരാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ഓർക്കണം, വെളിച്ച മക്കൾ ലോകത്തിന്റെ മക്കളുടെ ബുദ്ധി എന്താണെന്നറിയാമോ? ക്രൂക്കഡ്നെസ്. എന്നാൽ ദൈവത്തിന്റെ മക്കളുടെ ബുദ്ധി എന്ന് പറയുമ്പോൾ ക്രൂക്കഡ്നെസ്സിലാണോ? വെളിച്ചം എന്നുള്ളത് നിർമ്മലതയും വിശുദ്ധിയും സത്യവും മാത്രമല്ല, അതിനകത്ത് ജ്ഞാനം കൂടെ ഉണ്ട് കേട്ടോ, പരിജ്ഞാനം. അതോടെ ചേരുമ്പോഴാണ് ശരിയായിട്ടുള്ള വെളിച്ചം. യോഹന്നാൻ 12:36 യേശു കർത്താവ് പറയും, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ വെളിച്ചം എന്നുള്ളത് നിർമ്മലതയും വിശുദ്ധിയും സത്യവും മാത്രമല്ല, അതിനകത്ത് ജ്ഞാനം കൂടെ ഉണ്ട്. പൗലോസ് അപ്പോസ്തലന് നമ്മൾ ഈ ഇന്നത്തെ എഫെസിലൊക്കെ പറയുന്നത് എന്തുവാ? ഫിലിപ്പിയ 2:15 വായിക്കുന്നു, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. വെളിച്ചത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ 1 തെസ്സലോനിക്കർ 5:5 കാണുന്നു, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. എഫേസ്യർ 5:9-10 വായിക്കുന്നു, കർത്താവിന് പ്രസാദം എന്നുള്ള പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുവിൻ, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. How to walk Christians, how to walk as children of light. ചിൽഡ്രൻ ഓഫ് വെളിച്ചത്തിന്റെ മക്കളായിട്ട് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും? എങ്ങനെ നടക്കത്തെ? അതുകൊണ്ട് എഫേസ്യർ 5:1 വായിക്കുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ആ എഫേസ്യർ 5 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത്, പൗലോസ് 11-12 വാക്യത്തിൽ വായിക്കുന്നു, പറയുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ നിങ്ങൾ കൂട്ടാളികളാകരുത്. അതിന്റെ 5 അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുന്നു, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൻ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാതൊന്നും വരുന്നത്, സ്തോത്രം അത്രേ വരേണ്ടത്. അപ്പൊ വെളിച്ചത്തിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം എന്തുവാ? സ്തോത്രം അല്ലേ? താങ്ക്സ് ഗിവിങ്. അതിന്റെ 14 വാക്യത്തിൽ വായിക്കുന്നു, വേക്കപ്പ്, ഉണർന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതുകൊണ്ട് റോമർ 13:12 വാക്യത്തിൽ വായിക്കുന്നു, രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുകയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും നാം ദൈവത്തിൽ അർപ്പിക്കുമ്പോഴാണ് നാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും ദൈവത്തിൽ അർപ്പിക്കുമ്പോഴാണ് നാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത്. അതുകൊണ്ട് എഫേസ്യർ നമ്മൾ 5 അധ്യായം 19-20 വാക്യത്തിൽ അതിന്റെ അനുഭവം പറയുന്നത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമിഴ് സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പിതാവായ ദൈവത്തിന് എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നവരുമായിരിക്കും. അപ്പോൾ ആ എല്ലാ തലങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ നിറയുന്നത്, അല്ലേ? അതുകൊണ്ട് എനിക്ക് മൂന്നാമത് അവിടെ ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, ബീയിങ് എ വിറ്റ്നസ് enable us to glorify our heavenly Father. Being a witness enable us to glorify our heavenly Father. അപ്പോൾ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കും, ദൈവത്തിന് മഹത്വമായി തീരും. നമുക്കറിയാം, കോടതിയിലെ വിറ്റ്നസ് അത് ജുഡീഷ്യൽ ഡിസിഷൻ സഹായിക്കും, അല്ലേ? കോടതിയിലെ വിറ്റ്നസ് ആണ് ജുഡീഷ്യൽ ഡിസിഷൻ സഹായിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, വിളക്ക് കത്തിച്ച് പറയും കീഴല്ല
തണ്ടിന്മേൽ അത്ര വഹിക്കേണ്ടത്, അങ്ങനല്ലേ അർപ്പിച്ചത്? മലമേൽ ഇരിക്കുന്ന ഭക്ഷണം മറന്നിരിപ്പാൻ പാടില്ല. അപ്പോൾ നമ്മൾ അവിടെ അർപ്പിക്കുന്നത് എന്തുവാ? വി കാൻ നെവർ ബി എ സീക്രട്ട് ക്രിസ്ത്യൻ. രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഓർത്തോണം. വില്യം ബാർക്ലേ പറയുന്നുണ്ട്, സീക്രസി കിൽസ് ഡിസൈപ്പിൾഷിപ്പ്, ഡിസൈപ്പിൾഷിപ്പ് കിൽസ് സീക്രസി കേട്ടോ. അതുകൊണ്ട് രഹസ്യ ക്രിസ്ത്യാനി ആയിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് തണ്ടിന്മേൽ വെക്കണം. അപ്പോൾ എല്ലാവരും കാണുമല്ലേ, എല്ലായിടത്തും പ്രകാശിക്കണം. ഈ തണ്ടെന്നൊക്കെ പറയുമ്പോൾ റെവലേഷനിൽ 1:20 വായിക്കുന്നത് സഭയെക്കുറിച്ചാണ് പറയുന്നത്, ഇല്ലേ? നിലവിളക്കിനെ, തണ്ടുള്ള നിലവിളക്കിനെ കുറിച്ച് 7 സഭകളെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് നമ്മൾ. ഇതിൻ്റെ നല്ല വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. പഴയ നിയമഭാഗം വായിക്കുന്നത് അടുത്ത ഞായറാഴ്ച ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവിടെ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന വലിയൊരു പുസ്തകമാണ്. അവിടെ മോശ പറയുന്നുണ്ട്, പിതാക്കന്മാരോടാ പറയുന്നത്, നിങ്ങളുടെ മക്കളോട് പറയേണ്ട ചില കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകലെന്നാ പറഞ്ഞതല്ലേ. ദൈവം ഒരുവനേ ഉള്ളൂ, യഹോവ ഏകനല്ലോ. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഇത് നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് ഉള്ളിലുണ്ടാകണം. അതോടൊപ്പം നിങ്ങൾ പുറത്ത് വേണം, അല്ലേ? നിങ്ങളുടെ കയ്യിൽ അത് പട്ടമായിട്ട് എഴുതി വെക്കണം, നെറ്റിക്ക് വെക്കണം, അല്ലേ? നെറ്റിക്കാ പട്ടം, കയ്യിൽ എഴുതി വെക്കണം, കട്ടിലക്കാളിന്മേൽ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 24 മണിക്കൂറും നമ്മൾ ഓർക്കേണ്ടത് ആരുടെ കാര്യമാണ്? ദൈവമേഖന, അല്ലേ? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ഒരു വിറ്റ്നസ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളോട് ഓർക്കണം. സെൽഫ്ലെസ്, ജെനുവൻ, ഇത് രണ്ടും അതിനകത്തുണ്ട് കേട്ടോ. നമ്മളെ അല്ലെങ്കിൽ ഉയർത്തുന്നതല്ല. ഞാനോ കുറയണോ അവനോ വളരണോ. അതോടൊപ്പം ഇത് ജെനുവൻ ആയിരിക്കണം. ഇപ്പൊ ഈ ആഴ്ച നമ്മൾ പത്രത്തിൽ വായിച്ചു, ഇന്നിപ്പോ ഒരു വീഡിയോ കണ്ടു. കന്യാകുമാരിയില് ഒരു പാസ്റ്റർ, ആരാധനാലയ, പക്ഷെ അവിടെ നടക്കുന്നത് എന്തുവാ? വേശ്യാവൃത്തി. അപ്പോൾ നോക്കി, ഈ ഭൂമിയുടെ ഉപ്പായും വെളിച്ചമായിരിക്കേണ്ട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന എന്തുവാ? എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ ഉപ്പായും വെളിച്ചമായി ജീവിച്ചാൽ, സാക്ഷ്യമായി ജീവിച്ചാൽ, മറ്റുള്ളവർ, വിശ്വാസമില്ലാത്ത ആളുകളോട് വിശ്വാസത്തിൽ വരും. ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ ഉണ്ട് പറയാൻ, ഒത്തിരി അനുഭവങ്ങൾ പറയാൻ എനിക്കുമുണ്ട്. ഞാൻ ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുക. ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. അതാ ഞാൻ അവസാനം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത്, ബീയിങ് എ വിറ്റ്നസ് എനേബിൾ us to glorify our heavenly Father. അതാ മൂന്നാമത് പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആശയം a witness exhibits the light and life of Jesus. ഒരു വിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യേശുവിന്റെ ജീവനും യേശുവിന്റെ പ്രകാശവും ലോകത്തിൽ നൽകാനുള്ളവർ. ഇവിടെ പറഞ്ഞ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ രൂപാന്തരപ്പെടുത്താനുള്ള കൃപ ദൈവം നമുക്ക് തരും. ആദ്യമായിട്ട് നമ്മൾ ഓർപ്പിച്ചത് ഉപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ബീയിങ് എ വിറ്റ്നസ് എൻഷുവേഴ്സ് ദാറ്റ് വി ആർ നോട്ട് യൂസ്ലെസ്. നമ്മൾ ഉപയോഗമില്ലാത്തവരല്ല കേട്ടോ. നമ്മൾ ഉപകാരപ്രദമായ ലോകത്ത് ജീവിക്കാനുള്ള ഉപ്പ് അതിന്റെ സോൾട്ട്നെസ് നഷ്ടപ്പെടാതെ, കാരം നഷ്ടപ്പെടുത്താതെ. അതുകൊണ്ട് നമ്മുടെ ശമുവേൽ സാർ തന്നോളം ഉപ്പായി വെളിച്ചമായി ജീവിക്കാനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ സന്തോഷപരമായിരിക്കുന്നു. ആ കുടുംബത്തെ പ്രത്യേകം ഓർക്കുന്നു. ആൻറ്റിയെ ദൈവം ധൈര്യപ്പെടുത്തിട്ട് ജബിയെ കുടുംബത്തെയും ജിജിയെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ലൊരു പിതാവായിരുന്നു. എൻ്റെ മകളെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവായിരുന്നു. ഏറ്റവും നന്നായി അവരെ ശുശ്രൂഷിച്ചു. അത് ദൈവം കൃപ ചെയ്തല്ലോ. ആ നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക.
അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾക്ക് ഞങ്ങളുടെ ആദരവുകൾ അർപ്പിക്കുന്നു. ഈ അവസരം തന്ന് പ്രിയപ്പെട്ട അച്ഛനോട് ഇടവയോടുള്ള നന്ദി അറിയിക്കുന്നു. സൂസമ്മ വർഗീസ് ആൻഡ് പ്രാർത്ഥന. അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ ദൈവമേ, ഇടവക മിഷനായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരവസരം കൂടെ തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് കർത്താവെ ഭൂമിയിൽ കർത്താവെ തരുന്ന ഈ അവസരങ്ങളൊക്കെയും കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ വിലപ്പെട്ടതാകിയാൽ ശ്രദ്ധയോട് ജീവിക്കാനുള്ള കൃപ കർത്താവെ നീ ഉയർത്തി ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇപ്പോൾ നിന്റെ മകനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഭൂമിയിൽ കർത്താവെ ദൈവമേ ഒരു ഉന്നത പദവിയിലാണല്ലോ ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. കർത്താവെ ദൈവമേ, ഞങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവല്ലോ ദൈവമേ. ഉപ്പ് അനേക വിധത്തിൽ പ്രയോജനപ്പെടുന്ന പോലെ കർത്താവെ ഞങ്ങൾ കർത്താവെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിപ്പാൻ, തിന്മയെ ജയിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിട്ടാണല്ലോ കർത്താവെ നീ ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. കർത്താവെ ദൈവമേ, ഞങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിട്ട് ശോഭിപ്പാൻ കർത്താവെ, അനേകരെ കർത്താവെ ക്രിസ്തുവിലേക്ക് ആനയിപ്പാൻ കർത്താവെ ദൈവമേ, ക്രിസ്തു ഞങ്ങളിൽ പ്രകാശിപ്പാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കാരണം ദൈവമേ, ഞങ്ങൾ കേൾക്കുന്ന വചനം അനുസരിച്ച് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാ ഞങ്ങളിൽ വസിച്ച് കർത്താവെ ഞങ്ങളുടെ അന്ധകാരത്തെ മാറ്റി ഞങ്ങളെ പ്രകാശപൂർണിതമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കാരണം ദൈവമേ, ഞങ്ങളുടെ KC ജോർജ് അച്ഛനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനിൽ കൂടെ കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ കർത്താവെ ഇടവകയെ കർത്താവെ ആ ശൈശവ പ്രായത്തിൽ ഞങ്ങളെ ആത്മീകമായിട്ട് വളർത്തിയ അച്ഛനെ കർത്താവെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അച്ഛന്റെ വേലകളൊക്കെയും കർത്താവെ ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ ദൈവമേ. നന്ദിയോട് സ്തോത്രം. കൊച്ചമ്മയും കുഞ്ഞുങ്ങൾക്കായിട്ടും കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ നിന്നെ സ്തുതിപ്പാനും കർത്താവെ നിന്റെ വേല അധികം കർത്താവെ പ്രയോജനകരമായിട്ട് ചെയ്യുവാനും നിന്റെ മകനെ ഇനി എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതായ ജോൺ മാത്യു അച്ഛനായിട്ടും കർത്താവെ പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് നിന്റെ മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേലയൊക്കെയും മുന്നിൽ ധാരാളം ഉണ്ടല്ലോ ദൈവമേ, അതൊക്കെയും കർത്താവെ ചെയ്യുവാൻ തക്കോണം കർത്താവെ നിന്റെ മകന് കർത്താവ് വേണ്ടുന്നതായ ദൈവകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രിൻസ് അച്ഛനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ 19 വർഷക്കാലം കർത്താവെ നിന്റെ വേല കർത്താവെ ചെയ്യുവാൻ നിന്റെ മകനെ ഒരുക്കിയില്ല ദൈവമേ. ആക്കി ഇടങ്ങളിലൊക്കെയും വിശ്വസ്തയായിട്ട് കർത്താവെ ജോലി ചെയ്യുവാൻ കർത്താവെ നീ കൊടുത്ത അനുഗ്രഹത്തിനായിട്ടും ദൈവകൃപയ്ക്കായിട്ടും നന്ദിയോട് സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സഭയെ കർത്താവെ ഞങ്ങളുടെ ഇടവകയെ കർത്താവെ ദൈവമേ ഞങ്ങളെ നയിക്കുന്ന ഈ അച്ഛനെ കർത്താവെ അധികമായിട്ട് അനുഗ്രഹിക്കണേ. ശാരീരികമായിട്ട് ബലം കൊടുക്കണമേ, ആത്മീയമായിട്ട് ബലം കൊടുക്കണമേ. കർത്താവെ നിന്റെ കൃപയെ നിലനിർത്തുന്നതായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൊച്ചമ്മയും കുഞ്ഞുങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം. നിന്റെ മക്കളിൽ കൂടെ ലഭിക്കുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായിട്ട് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കൂടുതൽ ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ തക്കോണം കർത്താവെ നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ നിന്റെ നല്ല സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ കർത്താവ് ധൈര്യത്തോട് നിൽപ്പാൻ തക്കോണം ഞങ്ങളുടെ ജീവിതാന്ത്യം വരെ ഇവിടെയാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായിട്ടൊക്കെയും കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സാനുവിനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ നിന്റെ മകന്റെ തുടർന്നുള്ള പഠനങ്ങളൊക്കെ നിന്റെ സാന്നിധ്യവും കരുണയും ഉണ്ടായിരിക്കണമേ. കർത്താവെ നിന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു ആയുധമായിട്ട് കർത്താവെ നിന്റെ വേല ചെയ്യുവാൻ തക്കോണം കർത്താവെ നിന്റെ മകനെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കോവിഡ് കാലങ്ങളിൽ കർത്താവെ അനേകര് കർത്താവെ പ്രയാസവും ഭാരവും അനുഭവിക്കുന്നു. അനേകര് കർത്താവെ മരണം വഴിയായി ഈ ലോകം വിട്ടു കടന്നുപോയി. കർത്താവെ അനേകർ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്നു. കർത്താവെ ദൈവമേ നീ മനസ്സലിയാൻ ദൈവമാകിയാ സ്തുതിക്കുന്നു. ആരോഗ്യത്തോട് ഞങ്ങൾ ഇരിക്കുമ്പോ കർത്താവെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കടപ്പെട്ടവരാകിയാൽ ഞങ്ങൾ കർത്താവിനോട് യാചിക്കുകയാണ്. കർത്താവെ ദൈവമേ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ വെച്ച എല്ലാ വിഷയങ്ങളും മേലും കർത്താവെ നിന്റെ കരുണയും കൃപയും ഉണ്ടായിരിക്കണമേ. ദൈവമേ ഞങ്ങളുടെ ബിജുവിനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ഒരു സൗഖ്യ മകന് കൊടുത്തു കർത്താവെ നിന്റെ സാക്ഷിയായിട്ട് നിൽപ്പാൻ യഹോവേ എനിക്ക് വലിയ വെച്ചതെന്ന് പറയുവാൻ, മരണത്തിൽ നിന്ന് എന്റെ പിതാവ് എന്നെ വിടിവെച്ചെന്ന് പറയുവാൻ തക്കോണം കർത്താവെ നിന്റെ മകനെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആനിക്ക് കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ അറിവിൽ അനേകര് കർത്താവ് ഇനിയും രോഗത്താൽ ഭാരപ്പെടുന്നു. കർത്താവെ അവർക്കൊക്കെയും പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കാരിൽ കർത്താവ് അനേകർ രോഗികളായിട്ടുണ്ട്. കർത്താവെ
പ്രായത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ദൈവമേ അവരോടും കർത്താവ് മനസ്സലിയണേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കോവിഡിന്റെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ പ്രവർത്തിക്കണമേ. കർത്താവെ ദൈവമേ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാര് കർത്താവെ അവരെയൊക്കെയും കർത്താവെ നീ അധികം കർത്താവെ ശക്തിപ്പെടുത്തി കർത്താവെ ദൈവമേ ഈ ബാധ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളൊന്നും ഓർക്കതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ അവസരങ്ങളൊക്കെയും കർത്താവ് വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന ഭവനങ്ങളെയൊക്കെ നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ കർത്താവെ CG വർഗീസിന്റെ ദൈവമേ ആ കുടുംബത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയാമ്മയോടും കുഞ്ഞിനോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗമ്യ ഞങ്ങളുടെ കുടുംബത്തിനായിട്ട് പ്രത്യേക കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ മകൻ ജീവിച്ചിരുന്ന കാലത്തെ ദൈവമേ നിനക്ക് വേണ്ടി ചെയ്ത എല്ലാ വേലകളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. അതൊക്കെയും കർത്താവെ നിന്റെ സന്നിധിയിൽ വിലപ്പെട്ടതാക്കി എണ്ണിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ആന്റിയെയും മകനെയും കുടുംബത്തെയും മകളെയും കുടുംബത്തെയും നീ കാത്തുകൊള്ളണമേ. നിന്റെ ദിവ്യ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് വെച്ചു പോയ ദൈവമേ ആ വേലയൊക്കെ പൂർത്തീകരിപ്പാൻ നിന്റെ മക്കളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ ഇനി ഞങ്ങൾ ഇരിക്കുന്നു കർത്താവെ. ഈ മീറ്റിംഗിന്റെ ആദ്യാവസാനം കർത്താവിന്റെ കൃപയാവരും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരുന്ന് ഞങ്ങളുടെ ജീവിതത്തിനെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയെ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ പ്രാർത്ഥന വന്നുപോയ കുറവുകളെ കുറ്റങ്ങളെല്ലാം അടിയനോട് ക്ഷമിക്കണമേ. സകലോ യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ യാചിക്കുന്നു. ദയവുണ്ടായി യാതന കേൾക്കണം ദൈവമേ. ആമേൻ. ഈ പാട്ടിന്റെ 2 ചരണങ്ങൾ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്നെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാത്തിൽ കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാത്തിൽ കാത്ത നിത്യ പാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. അന്നു തീരും എന്റെ കഷ്ടം ഇന്നി മഞ്ഞിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ, അന്നു തന്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഇപ്പോൾ ഈ സമയത്ത് പ്രിയപ്പെട്ട ജെബിയുടെ മകൻ, അതായത് TC ശമ്പലങ്ങളുടെ കൊച്ചുമകൻ വല്യപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉള്ള ഒരു ചെറിയ വീഡിയോ, 2 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ.
പ്രിയപ്പെട്ട ജോഹാൻ പ്രിയപ്പെട്ട മക്കൾ തയ്യാറാക്കിയാണല്ലോ അവരുടെ ഒരു അപ്പച്ചനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ സന്തോഷവും സമ്പത്തും എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട അച്ഛന്മാര് നമ്മളോട് കൂടെ ഉള്ളത് ഏറ്റവും സന്തോഷമാണ്. പ്രിയപ്പെട്ട ജോൺ മാത്യു അച്ഛൻ പ്രിയപ്പെട്ട അങ്കിളിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ചുരുക്കമായി പങ്കുവെക്കും. ജോൺ മാത്യു അച്ഛൻ. എന്റെ സ്നേഹിതനും എനിക്ക് ജ്യേഷ്ഠ സഹോദര തുല്യനുമായിരിക്കുന്ന ഹെബാൾ ഇടവകയുടെ വികാരി പ്രിൻസ് കോരാച്ചൻ, ഒരു ആത്മീയ പിതാവെന്ന വണ്ണം എന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന KC ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട TC സാമുവൽ അങ്കിളുടെ കുടുംബം, പ്രിയപ്പെട്ട ആന്റി, ജബി, ജിജി ഫാമിലി, ഹെബാൾ ഇടവകയിലെ പ്രിയപ്പെട്ടവരെ, ആവടി പാരീഷിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം കൂടെ പങ്കെടുക്കുവാൻ പ്രിയപ്പെട്ട അച്ഛൻ എനിക്ക് അവസരം നൽകിയതിൽ ഞാൻ അച്ഛനോടും ഇടവകയോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട KC ജോർജ് അച്ഛനോടൊപ്പം ശുശ്രൂഷയിൽ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ UTCയിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ബാംഗ്ലൂർ ഈസ്റ്റിലെ വികാരിയാണ്. അച്ഛനോടൊപ്പം ഒരു വർഷം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത് നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ ബാംഗ്ലൂർ ഈസ്റ്റിൽ നിന്ന് ശുശ്രൂഷയ്ക്കായി പോയത് ഞാൻ UTC പഠിക്കുന്ന സമയത്ത് തന്നെ ആവടി ഇടവകയിലേക്കാണ്. പിന്നീട് 2012 5 വർഷം പ്രിയപ്പെട്ട KC ജോർജ് അച്ഛൻ ശുശ്രൂഷ ചെയ്ത് ചില വർഷങ്ങൾക്ക് ശേഷം 5 വർഷം ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പ്രിയപ്പെട്ട KC ജോർജ് അച്ഛനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഇഴയടുപ്പമുള്ളതായി തീരുവാൻ ആവടിയിലെ ശുശ്രൂഷ മുഖാന്തരമായി തീർന്നു. അടൂരിലായപ്പോഴും, അടൂരിൽ യുവജന സഖ്യത്തിന്റെ ചുമതലയുമായി ബന്ധപ്പെട്ട് താമസിക്കുമ്പോഴും വല്ലപ്പോഴും ഒക്കെ അച്ഛൻ ഈ കോവിഡിന് മുൻപുള്ള നാളുകളിൽ അച്ഛന്റെ ബന്ധുഭവനത്തിൽ വരുമ്പോൾ ഈ ക്യാമ്പസിൽ വന്ന് വീണ്ടും കാണാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത് ഏറെ സന്തോഷമാണ്. പ്രിയപ്പെട്ട പ്രിൻസ് കോരേച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ സെമിനാരിയിൽ ഒരേ സമയം പഠിച്ചു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായ ആത്മബന്ധം, അച്ഛൻ ശുശ്രൂഷ ആദ്യം ആരംഭിക്കുന്നത് വടാറ്റുപാറ മിഷൻ ഫീൽഡിലാണ്. അവിടെ അച്ഛൻ ശുശ്രൂഷ ചെയ്ത ഒരു മിഷൻ ഫീൽഡ് ഞാൻ വൈദിക പഠനത്തിനായി പോകുന്നതിന് മുമ്പ് ശുശ്രൂഷ ചെയ്ത മേഖലയായി. അച്ഛന്റെ സമയത്ത് ആരംഭിച്ചതായിട്ടുള്ള ഒരു മിഷൻ ഫീൽഡ് അത് മാമലക്കണ്ടമാണ്. അച്ഛന്റെ ശുശ്രൂഷയുടെ സമയത്ത് ആരംഭിച്ചതായിട്ടുള്ള പഴമ്പള്ളിച്ചാൽ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ചെറിയ വിധത്തിൽ അതിലും പങ്കുചേരുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെയൊക്കെ ഈ പ്രിയപ്പെട്ട അച്ഛന്മാരോട് ഇഴയടുപ്പും വളരെയധികം ഉണ്ട്, സ്നേഹബന്ധമുണ്ട്, കരുതലും പ്രാർത്ഥനയും ഇപ്പോഴും അനുഭവിക്കാനിടയാകുന്നു. പ്രിയപ്പെട്ട TC സാമുവൽ അങ്കിളുമായി ഉള്ള ബന്ധം ഞാൻ ആരംഭിക്കുന്നത് 2012 ആവടി സെന്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവകയുടെ വികാരിയായി ചുമതലയേൽക്കുമ്പോഴാണ്. അങ്കിൾ അവിടെ IAF ഏരിയ പ്രയർ ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുൻപുള്ള ഫിനാൻഷ്യൽ ഇയറിൽ പ്രിയപ്പെട്ട ജബി അവിടുത്തെ ട്രസ്റ്റിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ജോലിക്കായി മറ്റ് ഇടങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നത് കൊണ്ട് തുടർന്ന് ആ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട TC സാമുവൽ അങ്കിളിനെ ഞാൻ ആവടിയിൽ ചെന്ന് പരിചയപ്പെടുമ്പോൾ അങ്കിളിന്റെ സ്വദേശം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നത് കൊണ്ട് അങ്കിളിന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ ഞാൻ അതിനു മുൻപ് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടും ഒക്കെ അല്പം കൂടെ ഒരു സ്നേഹവും ബന്ധവും ഒക്കെ ഒരു വലിയ ആത്മബന്ധമൊക്കെ ഉണ്ടാകുന്നതിന് ഇടയായിട്ടുണ്ട്. അങ്കിളിന്റെ സ്വദേശം അയിരൂരിനടുത്ത് തീയാടിക്കലാണ്. തീയാടിക്കലിൽ നിന്ന് ചെറുകോൽപ്പുഴ അല്ലെ ഇടത്രാമണിന് പോകുന്ന വഴിക്ക് താന്നിക്കൽ എന്ന് പറയുന്ന കുടുംബത്തിലെ അംഗമാണ് പ്രിയപ്പെട്ട TC സാമുവൽ അങ്കിൾ. അങ്ങനെ ആ ഒരു വലിയ ബന്ധവും പരിചയവും ഒക്കെ അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സൗഹൃദം ഈ സ്വദേശവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ഊഷ്മളമായി തീർന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളവും
എന്നെ സംബന്ധിച്ചിടത്തോളം തിരൂരും തീയാടിക്കലും ഒക്കെ എനിക്കും വളരെ വേണ്ടപ്പെട്ടതാണ്, എൻ്റെ മാതാവിന്റെ സ്വദേശം എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട TC സാമുവൽ അങ്കിളും ആന്റിയും കുടുംബവുമായിട്ടൊക്കെ ആരംഭിച്ചതായിട്ടുള്ള ബന്ധം, പ്രിയപ്പെട്ട അങ്കിളും ആന്റിയും അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറുന്ന സമയം വരെ വളരെ ഇടവാംഗം എന്നുള്ള നിലയിൽ തുടരുകയുണ്ടായി. ഇപ്പോൾ പ്രിയപ്പെട്ട ജോഹൻ പ്രദർശിപ്പിച്ച ആ ഷോർട്ട് വീഡിയോയിൽ അവസാനം പറയുന്നത് പോലെ, അങ്കിൾ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് മിലിറ്ററിയുടേതായിട്ടുള്ള ചിട്ടകൾ സ്ട്രിക്റ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നാൽ അതിൻ്റെതായ ഡിസിപ്ലിൻ സൂക്ഷിക്കുന്നതിന് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ അങ്ങനെ ആയിരുന്നു. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. അതുപോലെ തന്നെ ആളുകളെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിന്, കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഒക്കെ ഉള്ളതായ അങ്കിളിന്റെ ഒരു പ്രത്യേക കഴിവ്. എല്ലാവരോടും സൗഹാർദ്ദപരമായി ഇടപെടുന്ന ഒരാൾ. അതേസമയം തന്നെ താൻ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി ആരോടാണെങ്കിലും പറയാൻ കാണിക്കുന്നതായിട്ടുള്ള ധൈര്യം, അതൊക്കെ അങ്കിളിൽ ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എടുത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ പ്രിയപ്പെട്ട അങ്കിൾ ആന്റിയെ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത് എന്നുള്ളത്. അത് ഒരു പക്ഷേ ആന്റിയുടെ വലിയൊരു ഭാഗ്യമായിരുന്നു. എപ്പോഴും പ്രിയപ്പെട്ട അങ്കിൾ ആന്റിയുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം അതിന് നൽകിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇടവകയുടെ ശുശ്രൂഷകൾ, ഇടവകയ്ക്ക് നൽകേണ്ടതായിട്ടുള്ള നേതൃത്വം, അതിനൊന്നും അങ്കിള് മാറി നിന്നിട്ടുമില്ല. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ടാണ് ആവടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തെ തന്നെ ഓർക്കാൻ കഴിയുന്നത്. ആ വലിയ സ്നേഹവും കരുതലും ആ ആദരവും ഒക്കെ ഇപ്പോഴും ആവടി സെന്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവകയിലെ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് എയർഫോഴ്സ് ഏരിയയിലെ IAF ഏരിയയിലെ പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അങ്കിളിനോടും കുടുംബത്തോടും ഉണ്ട്. പ്രിയപ്പെട്ട അങ്കിളും ആന്റിയും ബാംഗ്ലൂരിലേക്ക് മാറിയതിനു ശേഷം ഒരു പ്രാവശ്യം അങ്കിളും ആന്റിയും ഒക്കെ താമസിക്കുന്നതായിട്ടുള്ള ഭവനത്തിൽ പോയി എനിക്ക് കാണുന്നതിനായിട്ടുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. ശേഷം വല്ലപ്പോഴും ഒക്കെയുള്ള കോണ്ടാക്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും അങ്കിളിന്റെ ക്ഷീണാവസ്ഥയാണ് ഞാൻ പിന്നീട് ഏറ്റവും അടുത്ത സമയത്ത് അറിയുന്നത്. ആ സമയത്തും കൃത്യമായി പ്രിയപ്പെട്ടവർ ആ വിവരങ്ങളൊക്കെ എന്നെ അറിയിക്കുന്നതിനായിട്ടുള്ള ഒരു താല്പര്യവും മനസ്സും ഒക്കെ കാണിച്ചു. അങ്ങനെ പ്രിയപ്പെട്ട അങ്കിളിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ആ പ്രാർത്ഥനയിലെ ആഗ്രഹമായിരുന്നില്ല ദൈവത്തിന്റെ ഹിതം. പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന്, പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന്, രോഗത്തിന്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്ന് പ്രിയപ്പെട്ട അങ്കിളിനെ കർത്തൃ സന്നിധിയിലേക്ക് വേർതിരിച്ചു. അങ്കിളുടെ ധന്യമായ ജീവിതത്തിനായിട്ട് നന്ദി പറയുന്നു. സഭയ്ക്ക്, പ്രത്യേകിച്ച് ആവടി ഇടവകയ്ക്ക്, അങ്കിൾ ശുശ്രൂഷ ചെയ്ത ഇടവകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഹെബാൾ ഇടവക, അവിടെയൊക്കെ തന്നാലാവോളം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകുവാനൊക്കെ ദൈവമിടയാക്കി. നല്ല ഒരു മോഡലായി, നല്ല ഒരു പിതാവായി, നല്ല ഒരു ഭർത്താവായി, നല്ല ഒരു ഗ്രാൻഡ് ഫാദറായി ജീവിച്ചു. നല്ല ഒരു ഉത്തമ ഒരു ദൈവവിശ്വാസി, സഭാ സ്നേഹി എന്നുള്ള നിലയിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിന് വെളിയിലൊക്കെ ആയിട്ട് പോലും സഭയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അങ്കിൾ അറിഞ്ഞിരുന്നു, മനസ്സിലാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേകമായി അങ്കിൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ബന്ധം, മണ്ഡലം പ്രതിയൊക്കെ ആയിരിക്കാനും ഒക്കെ അങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു. സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി ഓർമ്മകളുണ്ട്. ഈ സമയത്ത് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എൻ്റെ കുടുംബത്തിന്റെ വ്യക്തിപരമായിട്ടുള്ളതും കുടുംബത്തിൻ്റെതായിട്ടുള്ള അനുശോചനവും അറിയിക്കും. ആവടി സെന്റ് ആൻഡ്രൂസ് ഇടവകയുടെ ഒരു ചുമതലക്കാരൻ, മുൻകാല ശുശ്രൂഷക്കാരൻ എന്നുള്ള നിലയിൽ, വികാരിയായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ ഇടവകയുടെയും ആ പ്രദേശത്തുള്ള ആവടിയിലെ സ്നേഹിതരുടെയും ഒക്കെ അനുശോചനവും ദുഃഖവും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടെങ്കിലും
നമ്മൾ അങ്ങനെ ഈ ലോകത്തിൽ മറ്റുള്ളവരൊക്കെ ദുഃഖിക്കുന്നത് പോലെ ദുഃഖിക്കുകയല്ലോ, മറിച്ച് പ്രത്യാശയുള്ളവരായതുകൊണ്ട് വലിയ ആത്മധൈര്യവും ദൈവകൃപയോടെ പ്രിയപ്പെട്ടവരുടെ നല്ല ഓർമ്മകളോടെ കർത്താവിന്റെ വരവ് വരെയും അല്ലെങ്കിൽ പിന്നീട് കർത്താവിന്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവരെ കാണുന്നത് വരെയും പ്രത്യാശയോടെ ജീവിക്കാനായി നിയോഗിതരാണല്ലോ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ. ആ വലിയ പ്രത്യാശയോടെ തുടർന്ന് ജീവിപ്പാൻ പ്രിയപ്പെട്ട ആന്റിയെ ദൈവം ബലപ്പെടുത്തട്ടെ. ജബിയെയും കുടുംബം ത്തെയും അതുപോലെ തന്നെ ജിജയെയും കുടുംബത്തെയും ഒക്കെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ എനിക്കൊരു അവസരം ലഭിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടവമിഷന്റെ വൈസ് പ്രസിഡന്റും നമ്മുടെ സ്നേഹിതനുമായിരിക്കുന്ന കുര്യൻ ജോർജ് അങ്കിൾ എന്റെ ഓർമ്മകൾ വ്യക്തമാക്കുമ്പോൾ കേൾക്കാൻ പറ്റോ? കേൾക്കാം. പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ, KC ജോർജ് അച്ഛൻ, ജോൺ മാത്യു അച്ഛൻ, TC സാമുവേലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി എന്നെ കേൾക്കുന്നവരെ, JMTC ഇടവകയിലെ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഇടവക മിഷൻ പ്രയർ മീറ്റിങ്ങിനോട് ചേർന്ന് നമ്മെ വിട്ടു കടന്നുപോയ ശ്രീ TC സാമുവേലിനെ കുറിച്ചുള്ള ഒരു അനുസ്മരണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഈ സമയം ഇടവക മിഷനെ പ്രതിനിധീകരിച്ച് ശ്രീ TC സാമുവേലിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം 1946 കുമ്പളാന്താനം താന്നിക്കൽ കുടുംബത്തിൽ ശ്രീ മത്തായി ചാക്കോയുടെയും ഏലിയാമ്മ ചാക്കോയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിന് 4 സഹോദരിമാരും 3 സഹോദരന്മാരും ഉണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം 1964 ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 39 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം 2003 ജോലിയിൽ നിന്ന് വിരമിച്ചു. ശ്രീമതി ദൊറോത്തി സാമുവേൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ്. മകൾ ജിജി സതീഷ്, സൺ ഇൻ ലോ സതീഷ് മേനോൻ, ഗ്രാൻഡ് ഡോട്ടർ ജോഹാന സതീഷ്, മകൻ ജാബി സാം, ഡോട്ടർ ഇൻ ലോ ഫിലോമിന ജാബി, ഗ്രാൻഡ് സൺ ജോഹാൻ ജെ സാം. റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം ചെന്നൈയിൽ ആവടിയിൽ സെറ്റിൽ ഡൗൺ ചെയ്തെങ്കിലും ട്രീറ്റ്മെന്റ് ബാംഗ്ലൂർ നിമ്മാൻസിലെ ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നതുകൊണ്ട് പിന്നീട് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2015 ബാംഗ്ലൂരിൽ വന്നത് മുതൽ JMTCയിൽ അംഗത്വം സ്വീകരിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, TC സാമുവേലിനെ കുറിച്ച് എന്റെയും നിങ്ങളുടെയും ഓർമ്മയിൽ വരുന്ന ചിത്രം രോഗിയായ തന്റെ സഹധർമ്മിണിയുമായി കുർബാന കൊള്ളുവാൻ പോകുന്ന ചിത്രമാണ്. ഈ ചിത്രം അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യത്തെക്കുറിച്ച് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു. സഹധർമ്മിണിയുടെ ആരോഗ്യ പ്രശ്നവുമായി ഉള്ള പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം നയിച്ച അദ്ദേഹം ശാന്തതയോടെ ദൈവം തന്നെ ഏൽപ്പിച്ച നിയോഗങ്ങളെ സ്വീകരിച്ചു, ഭയഭക്തിയോടെ ജീവിച്ചു. ലോക്ക്ഡൌണിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും അദ്ദേഹം കുടുംബമായി ആരാധനയിൽ പങ്കെടുത്തിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം മാർത്തോമാസഭയിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു. ആവടി ഇടവകയിൽ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജാബിസാം യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയായും അവിടുത്തെ ട്രസ്റ്റിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചർച്ചുമായുള്ള ബന്ധത്തിൽ ശാന്തമായ സേവനം കാഴ്ചവെച്ച ഒരു മഹൽ വ്യക്തിയാണ് നമ്മെ പിരിഞ്ഞു പോയ TC സാമുവേൽ. ശ്രീമതി ഡോറോത്തി സാമുവേലിന്റെയും കുടുംബത്തിന്റെയും മേൽ ദൈവകൃപ ധാരാളമായി ലഭിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. JMTC ഇടവകയുടെയും ഇടവക മിഷന്റെയും സഹകരണം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് സമയത്ത് ഓരോ ആവശ്യങ്ങളുമായി സഹകരിച്ച് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ ജെബി സംസാരിക്കും. ജെബി. കേക്കാവല്ലേ? കേക്കാവോ? Okay. First, this is almost this is the 30th day. Last month, around June 16th was when he passed away. But yeah.
I really appreciate. I know the last couple of months has been pretty tough for all of us, and it started from May. It started in the month of May 9th, when Papa got infected first time. I got infected on the 6th, but Papa showed signs of infection on the 9th. And ever since, it has been a pretty tough time for all of us. And during every time we had, I mean, it was pretty tough for us, all of us. But at every moment when we really needed some help, I don't know from where God used to arrange some or the other support, someone to come basically to facilitate. And that was, God's presence was felt at every moment. And that's something that we learned through this whole episode. I mean, say it was an experience for us all these time. But what we learned is the fact that we had God sent his own angels. Like it was like God sent angels at the time when it was really needed the most. Whether it was trying to get a hospital bed, or whether it was trying to get something done. And it was the time when all of us, everyone in the family was infected with COVID, and we could hardly do anything. And we could hardly do. Every single member of the church, I should thank every single, I don't know who and all. There are so many people who work behind it, making sure that at least we get food to eat. I mean, the smallest of minor thing. Like every single person of the church basically stepped in and made sure that, we could survive through that period. And all that we could do is to at least focus in terms of things that was really needed, that was getting back to good health. And I really want to take this time to thank everyone. I don't want to name one person because that way I would be missing out on everyone else. There are so many people whom we don't even know in terms of who are the people sending food. Every day we used to get food from morning, evening, every time. And I really want to thank everyone for that support during this period. And especially Achan, Kochamma, Sanu, all of them, basically, I don't know. And they basically led all the effort right from front. And during the last days, I called up Achan and told that, probably that was on the 16th morning of June. I called up Achan and said that things are not looking fine, and they're probably losing hope the doctors are losing hope on Papa. And straight away, all that I know is that Achan went into for the last service to be given, and Achan arranged for all that and was being given at that time. And I was just wondering, everything around it is basically happening, and making sure that when he moves away from this land to the other shore, where the entire thing is done properly. So I'm really thankful for all of that. I know there are so many people's prayers that were involved during this period. I can't even count the number of prayers, and all those prayers basically helped us not just to the strength, but also for him to fight. And he fought very badly for him to come back to whatever normalcy he could come. He really fought, and it was those prayers that actually helped him to fight. But eventually God's will had to happen, and right now we probably reconcile to the fact that was God's will. But having said that, it was pretty tough for every one of us. And I should thank even today on this call, we have some of Papa's old friends on the call. We have our own relatives also on the call. We're thankful. We're thankful for that. We're especially thankful for K.C. George Achan. K.C. George Achan basically was the one who united me and my Philomena. He was the one who got us married as well. So we've had that relationship also from before itself. So I'm really thankful for K.C. George Achan and John Matthew Achan. I remember the last days when we were there in Avdi, and he was there around, and he used to be a very strong support for everything that we do. So I'm really happy that both the Achan could take some time to be on at this time as we are trying to remember
30 days after Papa passed away. So I'm really thankful for them as well for the support by coming on to this call. And I know Papa probably tried to live a very good Christian life, and everyone, I think it was very difficult for us because, especially for the fact that he used to take care of we call her Ammu. He used to take care of Ammu very well. No one can do that, and I'm at all of us right now. We're finding it so difficult, and we're just thinking what work he used to do. So apart from he was actually handling everything for us, and suddenly we lost him for the last 2-3 months. So it's tough for us, but we're trying to get reconciled to the fact that he's no more with us. But at the same time, we are happy for the fact that he actually led a very good Christian life, and all of us feel pretty proud for the fact that he was around, and he did his purpose in his purpose for which he came in this world. Hopefully, he did that purpose, and probably he's seated right along with God at this time, after having accomplished what he had to do. So thank you for everything, and for this special service as well. And yeah, for every services, even the funeral service, we didn't get to know what was to be done. Everything was taken care. So we're really thankful for all of that has happened. Thank you. വലിയ ജീവിതത്തെ ഓർക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ നമ്മെ സഹായിച്ചു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളൊരു വീട്ടിൽ ഒന്നിച്ചു വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇപ്രകാരമുള്ള ഈ നവമാധ്യമങ്ങളിലൂടെയൊക്കെ, ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെയൊക്കെയാണ് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും ദൈവത്തിന്റെ വലിയ കരുണയാണ്, കൃപയാണ്. നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ദൈവത്തിന്റെ കരുണയിൽ, കൃപയിൽ ആ ദാസനിലൂടെ ഇടവകയ്ക്ക് ലഭിച്ച ശുശ്രൂഷകളെല്ലാം തന്നെ സംസ്കാരം കഴിഞ്ഞൊരു പിറ്റേ ദിവസം ഞായറാഴ്ച ആരാധന മധ്യയും വൈകുന്നേരം പ്രാർത്ഥന മധ്യത്തിലും ഇടവകയുടെ വൈസ് പ്രസിഡന്റ് പ്രത്യേകമായി ഇടവകയുടേതായ എല്ലാ അനുശോചനവും പ്രത്യേകമായുള്ള ഓർമ്മകളും ഒക്കെ പങ്കുവച്ചതാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഈ ഭവന പ്രാർത്ഥന ആണെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇടവമിഷന്റെ ചുമതലക്കാർ അത് സമ്മതിക്കുകയും അതിനോട് ചേർന്ന് നമുക്ക് ഇപ്രകാരം പ്രിയപ്പെട്ട അച്ഛന്മാരും കൊണ്ട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഇടവമിഷന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട VM മാത്യു അങ്കിള് ഇപ്പോൾ നന്ദി പറയും. ബഹുമാനപ്പെട്ട പ്രിൻസ് കോരാച്ചൻ, ബഹുമാനപ്പെട്ട KC ജോർജ് അച്ഛൻ, ജോൺ മാത്യു അച്ഛൻ, TC സാമ്പലിന്റെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ആവടിയിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരുമേ, ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനും അനുഗ്രഹമായ ഒരു രീതിയിൽ നമുക്കത് ചെയ്യുവാനും നമ്മെ ദൈവം സഹായിച്ചു. ആദ്യാവസാനം ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യവും കരുണയും കൃപയും നമ്മുടെ കൂടെ ഇരുന്ന് ഇതിനെ മീറ്റിങ്ങിനെ ഏറ്റവും അനുഗ്രഹപൂർണമാക്കി തീർക്കുവാനും ദൈവം തന്റെ ആത്മാവിൽ കൂടെ നമ്മൾ ഇടപെട്ടതെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് എല്ലാ നന്ദിയും ആദ്യമേ ഞാൻ കരയറ്റുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് വചനം വിഭാവിച്ചു തന്നതായ KC ജോർജ് അച്ഛനെ ഞാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടവയിലെ മുൻ വികാരിയായിരുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ ഉള്ള ഈ ഇന്ന് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അച്ഛനെ നല്ലതുപോലെ അറിയാം. അച്ഛൻ റിട്ടയർ ചെയ്ത ശേഷവും അച്ഛൻ അതിൽ നിന്ന് സഭയുടെ സജീവ പ്രവർത്തനത്തിൽ വിരമിച്ചുവെങ്കിലും കൂടുതൽ ഉന്മേഷത്തോടെ ഉത്സാഹവനായിട്ട് സുവിശേഷയിൽ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുകയും അച്ഛനോട് ചേർന്ന് നമ്മുടെ ഇടവിൽ ചിലരൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ബാംഗ്ലൂരിന് അടുത്തുള്ളതായ ഒരു മിഷൻ ഫീൽഡൊക്കെ അച്ഛൻ ഏറ്റെടുത്ത് നടക്കുകയും അനുഗ്രഹപൂർണമായി അവിടെ മിഷൻ വേല നടത്തുകയും ചെയ്തു. ഇന്ന് നമുക്ക് വചനം സംസാരിക്കുവാൻ അച്ഛനെ ദൈവം ഉപയോഗിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ നമ്മളെ ഒരു പ്രാവശ്യം കൂടെ നമ്മളെ ഓർപ്പിച്ചല്ലോ, നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്, നമ്മുടെ ഭൂമിയുടെ വെളിച്ചമാണ് എന്ന് നമ്മുടെ കർത്താവ് നമ്മളെ ഓർപ്പിച്ച് ഒരു പ്രാവശ്യം കൂടെ അച്ഛൻ നമ്മളെ ഓർപ്പിക്കുകയും നമ്മളെ അതിനെയായി ആഹ്വാനം ചെയ്യുകയും ചെയ്തല്ലോ. അച്ഛൻ കൊച്ചമ്മയും ഈ സമയം ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. അച്ഛനോടും കൊച്ചമ്മയോടുള്ളതായ നന്ദി ഇടമിഷന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ജോൺ മാത്യു അച്ഛൻ നമ്മുടെ മീറ്റിംഗിൽ ഇന്ന് പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം പകരുന്ന ഒന്നാണ്. യുവന സംഘത്തിന്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അച്ഛൻ
നമ്മളോട് ചേർന്ന് ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുകയും പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് വേണ്ടതായ ആശ്വാസവും ബലവും പകരുവാൻ വേണ്ടി അച്ഛൻ ഇന്ന് മീറ്റിംഗിൽ സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ. അച്ഛനോടുള്ളതായ നന്ദി ഇടവമിഷന്റെ പേരിലും ഇന്ന് വന്നുകൂടിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞാൻ അറിയിക്കുന്നു നന്ദി. കൂടാതെ ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകിയതായ പ്രിൻസ് കോരാച്ചനുള്ളതായ നന്ദി ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ ഈ മീറ്റിങ്ങിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും അറേഞ്ച് ചെയ്ത് ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാം തന്നതായ സാഹചര്യമുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് എല്ലാ തരത്തിലും വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ട് പാടുകയും ചെയ്ത അച്ഛനെയും അച്ഛമ്മയും അതുപോലെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുകൂടാതെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മുടെ ഇടവമിഷനിൽപ്പെട്ടതല്ലാത്ത അനേകർ ഇന്ന് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അത് ജബിയുടെ കുടുംബാംഗങ്ങളായാലും അതുപോലെ അവരുടെ ബന്ധുമിത്രാദികൾ, ആവടിയിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും ഇന്ന് ഇതിൽ സംബന്ധിച്ചതിലുള്ളതായ സന്തോഷവും അവരോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു ഇടവമിഷന്റെ പേരിൽ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരോടും കൂടെയുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ട് കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നാളെ വൈകിട്ട് യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാവരും അതിൽ സംബന്ധിക്കാനായിട്ട് പ്രത്യേക യുവജനങ്ങൾ ഇതിൽ പങ്കെടുക്കുവാനും പ്രത്യേകം ഓർക്കണം. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടാകും. പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ സജേഷച്ചനാണ് നമ്മുടെ കൂടെ അതിനെ ശുശ്രൂഷിക്കുന്നത്. എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് അങ്കിൾ ഈ ലോകത്തുനിന്ന് യാത്ര പോയി. ആ പ്രിയപ്പെട്ട ഭവനത്തെയും ദൈവനമ്പുരാൻ ഈ ദിവസങ്ങളിലൊക്കെ ശക്തീകരിക്കുന്നു. പ്രിയപ്പെട്ട ആനി ആൻറ്റി സൗഖ്യത്തോടെ നമ്മളോടും കൂടെ ഇന്ന് പ്രാർത്ഥനയെ സംബന്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മാസത്തോളം ഈ പ്രിയപ്പെട്ട അങ്കള സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് തന്നെ ആനിയും സുഖമില്ലാതെ ആളാണ്. എന്നാൽ ദൈവം അതിശയമാവണ്ണം കരുതി, ദൈവം ബലപ്പെടുത്തി. പ്രാർത്ഥനയിൽ നമ്മൾ തുടർന്നും ഓർക്കേണ്ടതായിട്ടുണ്ടല്ലോ. തീർച്ചയായും ബലപ്പെടുത്തട്ടെ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പുനരുത്ഥാനത്തിന്റെ ജീവന്റെ ഉറവിടമായ കർത്താവിന്റെ സ്നേഹം നമ്മളെല്ലാവരെയും ക്രിസ്തുവിന്റെ ആ വലിയ സ്നേഹം ദൈവത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോൺ മാത്യുച്ചൻ പ്രാർത്ഥിച്ച് KC ജോർജൻ ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹീതമായ കൂടിവരവിനായി നന്ദിയോടെ സ്തോത്രം. ലോകം മുഴുവൻ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്നുവെങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ പ്രതിസന്ധികളുടെ നാളുകളിൽ അത്ഭുതകരമായി, അതിശയകരമായി വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ കാലയളവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും രോഗഗ്രസ്തരാവുകയും ചിലരെങ്കിലും ഞങ്ങളെ വിട്ട് കർത്തൃസന്നിധിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും നീ ഞങ്ങളെ കരുതുന്നു, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ അവിടുന്ന് കരം നീട്ടുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ടും സ്തോത്രം. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഹെബാൾ ഇടവകയുടെ ഇടവക മിഷൻ പ്രാർത്ഥനായോഗമായി കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനിലൂടെ ഇടവകയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ നേതൃത്വത്തിനായി നന്ദിയോടെ സ്തോത്രം. KC ജോർജ് അച്ഛനിലൂടെ കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, ഹെബാൾ ഇടവകയ്ക്ക് മാത്രമല്ല ഞങ്ങളുടെ സഭയ്ക്ക് ആകമാനമായി കർത്താവെ ലഭിച്ചതായിട്ടുള്ള നേതൃത്വത്തിനും ഞങ്ങൾക്കൊക്കെ ലഭിച്ച നല്ല മാതൃകകൾക്കുമായി നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ, ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായും നന്ദിയോടെ സ്തോത്രം. തങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവരെ എല്ലാവരെയും അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനമൊക്കെ കർത്താവിന്റെ പ്രഭയാൽ നിറയപ്പെടുവാൻ
കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളൊക്കെ ആയിരിക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, പ്രത്യേകമായി ഈ നാളുകളിൽ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഹെബ്ബാൾ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. TC സാമുവൽ അങ്കിളുടെ ധന്യമായ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലായി, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭാ വിശ്വാസിയും സഭാ സ്നേഹിയുമായി, മാതൃകയുള്ള ഒരു ഇടവാംഗമായി തന്നെ ആക്കിയിരുന്ന ഇടങ്ങളിൽ പ്രവർത്തിപ്പാനും താൻ ജോലി ചെയ്ത മേഖലകളിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ വളരെ ഗൗരവത്തോടും സൂക്ഷ്മതയോടും കൂടെ നിർവഹിക്കുന്നതിനും അവിടുത്തെ ദാസനെ സഹായിച്ചല്ലോ. പ്രിയപ്പെട്ട ആന്റിയോടൊപ്പം ജീവിതം പങ്കുവെച്ച് കർത്താവെ, പ്രിയപ്പെട്ട ആന്റിക്ക് എപ്പോഴും വലിയ കരുതലും സഹായവും നൽകിക്കൊണ്ട് പ്രതിസന്ധിയുടെ നാളുകളിൽ കൂടെ ഇരിപ്പാൻ അവിടുത്തെ ദാസനെ സഹായിച്ചല്ലോ. ഇവിടെ ജപിക്കും ജിജിക്കും നല്ലൊരു പിതാവായി, കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഗ്രാൻഡ് ഫാദറായി കർത്താവെ ആയിരിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ സഹായിച്ചു. താൻ ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിലും കർത്താവെ, താൻ പ്രവർത്തിച്ച മേഖലകളിലും സഭയോടും ഇടവുകളോടും ഒക്കെയുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായി പ്രവർത്തിപ്പാൻ അവിടുത്തെ ദാസനെ സഹായിച്ചല്ലോ. ഈ നല്ല മാതൃകകളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളൊന്ന് ശോധന ചെയ്യുവാൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഞങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്നും സഭയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നും ഇടവകയെയും അതുപോലെ തന്നെ പട്ടക്കാരെയും ദൈവദാസന്മാരെയും ഒക്കെ എങ്ങനെ കരുതണമെന്നും ഒക്കെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, പ്രിയപ്പെട്ട ആന്റിയെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ആന്റിക്ക് ആവശ്യമായിട്ടുള്ള സൗഖ്യവും ബലവും നൽകണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജബിയെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ജിജിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുടുംബമായി എന്റെ മക്കളെയും വാഴ്ത്തണമേ. കുഞ്ഞുങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് പ്രിയപിതാവിനെ ഞങ്ങൾ അനുസ്മരിക്കുമ്പോൾ നല്ല മാതൃകകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ, അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തെ കർത്താവിനോട് ചേർന്നുകൊണ്ട് അനുഗ്രഹീതമായി നിർവഹിപ്പാൻ തക്കമുള്ള ദൈവകൃപ പ്രാപിപ്പാനുള്ള ഒരുക്കത്തോടുകൂടെ ജീവിപ്പാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയുടെ തിരുമേനിമാർ, അച്ഛന്മാർ, സുവിശേഷകർ, ദൈവജനം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹെബ്ബാൾ ഇടവകയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിപ്പാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംബന്ധിക്കുന്നവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവനമ്പുരാനെ, ലോകത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, ഈ മീറ്റിംഗിൽ നിന്ന് പിരിയുമ്പോഴും പിരിയാത്ത നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഒരു രാത്രി ഞങ്ങൾക്ക് ദാനമായി നൽകുമ്പോൾ നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോഴും നീ ഉറങ്ങാതെ ഞങ്ങൾക്ക് കൂട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആ കാവലിൽ സുരക്ഷിതരായി ഉറങ്ങുവാൻ പുതിയ ദിനം തരുമ്പോൾ നിന്നോട് ചേർന്നുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അന്ത്യത്തോളം ഞങ്ങളെ വഴി നടത്തണമേ. നിന്റെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പ്രഭുവിനുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാർ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടെ ഒരുങ്ങി വന്ന സംബന്ധങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതകളോട് പ്രാർത്ഥനകൾ ഉന്നതമായ കേൾക്കുകയും കൈക്കൊള്ളുകയും തന്റെ മകന്റെ വേർപാട് ദുഃഖത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു അച്ഛന്മാരെ. സന്തോഷം, എല്ലാവരെയും കാണാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ട ഭവനത്തിനും അതൊരു സന്തോഷമായിരുന്നു, വലിയ ബലമായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ ദൈവം ശക്തീകരിക്കുന്നല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒന്നിച്ച് ലഭിച്ച ഒരു നല്ല സമയം, അത് ദൈവനാമത്തിന് തീരുമാനത്തിനിടയായി. ദൈവം എല്ലാവരെയും സഹായിക്കും. ജബി, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ?
കുഴപ്പമില്ല ഇവിടെ. ജോലിയുടെ തിരക്ക് തുടങ്ങിയെന്നു തോന്നുന്നു അല്ലേ? അത് തുടങ്ങി. ആനി ആന്റി ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും ഒന്ന് കാണാൻ സാധിക്കും. ഓക്കെ. സുഖമായിരിക്കുന്നേ? സുഖമായിരിക്കുന്നു. Thank you for all the prayers. By grace of God, I've come out to the stage. Thank everyone, each and everyone, those who have prayed and helped and supported in all the ways. And still I'm in the oxygen, 1 liter oxygen. So കുറച്ച് സംസാരിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. Thank you so much. സാവധാനത്തിൽ കാണാം കേട്ടോ. Okay. ഗസീർ റിച്ച സുഖമായിരിക്കുന്നോ?